ലാലേട്ടൻ അടങ്ങുന്ന വലിയൊരു സംഘം ഞങ്ങൾ കാടിൻ്റെ ഉള്ളിൽ പെടുകയാണ്. ഉറക്കമില്ലാത്ത രാത്രിയാണ് ആ ശിക്കാർ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു. പഴയ ഫോറസ്റ്റുകാർ പറഞ്ഞു ചിലപ്പോൾ നമുക്കൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ആ റോഡിനോട് ചേർന്ന് ഈ ആന പ്രസവിച്ചിരിക്കുന്നത്. ലാലേട്ടൻ അതിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ലാലേട്ടൻ വിഷമത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ശിക്കാർ എന്ന് പറയുന്ന സിനിമ നമ്മൾ കൊടൈക്കനാലും ഗുണാകേവും കോതമംഗലം നെയ്യാർ പൂയംകുട്ടി ഇവിടെയാണ് ഷൂട്ടിംഗ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഈ കോതമംഗലത്തെ പൂയംകുട്ടി കാടുകളുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്രകൾ എപ്പോഴും ഭയങ്കര ഭീകരതയായിരുന്നു, ഭീതിജനകമായിരുന്നു ശരിക്കും. കാരണം ലാലേട്ടനും ഞങ്ങളെല്ലാവരും കൂടെയുള്ള യാത്രകളാണ്. അപ്പോൾ ഞങ്ങൾ പല ദിവസവും ഇതിൻ്റെ ഒരുപാട് കഥകൾ, ഈ മൃഗങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഈ സെറ്റിട്ടുള്ള സ്ഥലമായിരുന്നു ആ ശരിക്കും നിങ്ങളിപ്പോൾ കാണുന്ന ആ ചായക്കടയും ലാലു അലക്സിൻ്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ. എല്ലാ ദിവസവും മൃഗങ്ങൾ വന്ന് അല്ലെങ്കിൽ ആനകൾ വന്നത് പൊളിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. കാലത്ത് ആർട്ടുകാർ പോയി വീണ്ടും അത് റെഡിയാക്കിയാണ് ഷൂട്ടിംഗ് വെച്ചിട്ട്. കാരണം ഇത്രയും ശല്യം ഉണ്ടാകുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല. ആ സെറ്റ് ഇട്ട് കഴിഞ്ഞു, നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് സെറ്റ് ആന വന്ന് നശിപ്പിച്ചാലും നമ്മൾ വീണ്ടും പിറ്റേ ദിവസം അത് റെഡിയാക്കി ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് അങ്ങനെ സെറ്റ് ഇടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഷൂട്ടിങ്ങിൻ്റെ പല ദിവസങ്ങളിലും കാലത്ത് വന്ന് ആർട്ടിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മനു ജഗത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പലർക്കും ഉറക്കമില്ലാത്ത രാത്രിയാണ് ആ ശിക്കാർ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ പലപ്പോഴും ഫോറസ്റ്റിനകത്ത് പോകുമ്പോൾ അവിടുത്തെ ഫോറസ്റ്റുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക്. ലാലേട്ടനും കൂടെ ഉള്ള കാരണം അവർ ഭയങ്കര സപ്പോർട്ടിൽ തന്നെയാണ് നമ്മളോട് പെരുമാറിയിരുന്നതും എല്ലാം. ഒരു ദിവസം നമുക്ക് ഫോറസ്റ്റുകാർ ഒരു കാര്യം പറഞ്ഞു. ഒരു ആന പ്രസവിക്കാനായിട്ട് നിൽപ്പുണ്ട്. അത് പ്രസവിക്കുന്ന സമയം എന്ന് പറയുന്നത്, പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ ചുറ്റുപാടുള്ള എല്ലാ ആനകളും അവിടേക്ക് എത്തും. ആ പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ 2 ദിവസവും 3 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. അപ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരു സംഭവം കണ്ടാൽ നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോകണ്ട. ഒരു ആനയുണ്ട്. അപ്പോൾ ഫോറസ്റ്റിലെ 2 പേരെ നമ്മളെ കൂടെ വിടുകയും ചെയ്തായിരുന്നു ആ ഷൂട്ടിംഗ് സമയത്ത്. ഞങ്ങൾ കാടിനകത്തേക്ക് പോയിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. നമ്മുടെ വണ്ടികളും യൂണിറ്റ് വണ്ടികളെല്ലാം കാടിനകത്തേക്ക് പോകുമ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞ് ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്, അത് ആന അവിടെ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സൂക്ഷിക്കേണ്ടി വരുമെന്ന് പറയുകയും നമ്മളപ്പുറേ അന്ന് ഉച്ചയ്ക്ക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നല്ല ധൃതിയിലുള്ള ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന ജീപ്പുകാരനാണ് പറയുന്നത് ഒരുപാട് ആനകൾ അവിടെ കൂടി നിൽപ്പുണ്ട്. ഞങ്ങൾ വേറൊരു വഴിയിലൂടെ കയറി ജസ്റ്റ് ഇപ്പുറേ കൂടെയാണ് വരുന്നത്. ആ ഒരൊറ്റ വഴി എന്ന് പറഞ്ഞാൽ വളരെ വീതി കുറഞ്ഞ വഴിയാണ്. നമുക്ക് തിരിച്ച് അത്രയും ആനകളുള്ളപ്പോൾ എങ്ങനെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അപ്പോഴേ ഫോറസ്റ്റുകാർ പറഞ്ഞു ചിലപ്പോൾ നമുക്കൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ആനകൾ അവിടെ അത്രയും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആന പ്രസവിച്ചിട്ടുണ്ടാവും. സത്യം അതാണ് സംഭവിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ആ റോഡിനോട് ചേർന്ന് ഈ ആന പ്രസവിച്ചിരിക്കുന്നത്. ലാലേട്ടൻ അടങ്ങുന്ന വലിയൊരു സംഘം ഞങ്ങൾ കാടിൻ്റെ ഉള്ളിൽ പെടുകയാണ്. കാരണം ഫോറസ്റ്റുകാർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇത്രയും ആനകളാണ്. കാരണം ആദ്യം വന്ന ജീപ്പ് തന്നെ ഒരു 2-3 ആനകൾ ഓടിച്ചു വിട്ടു. അവനെന്തോ ഭാഗ്യം കൊണ്ട് അവനെ കാടിൻ്റെ ഉള്ളിലെത്തി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി ഉച്ചക്കിലത്തെ. വൈകിട്ടത്ത് ഇനി അടുത്ത് ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല. ഫോറസ്റ്റുകാർ പറയുന്ന 3 ആന 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ കുട്ടിയെ മാറ്റുള്ളൂ. അതുവരെ ഒരുപാട് ആനകൾ അതിന് ചുറ്റും നിൽക്കും, കാവൽ പോലെ നിൽക്കും. ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയായി ശരിക്കും. ലാലേട്ടനടക്കം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആരോ പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ വിഷൻ ആ ചാനലാണ് ആ സമയത്തുള്ളത്. ഇന്ത്യ വിഷൻ ചാനലിൽ ന്യൂസ് വന്നു എന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്ത ദിവസം ലാലേട്ടനടങ്ങുന്ന ശിക്കാർ ഷൂട്ട് നടക്കുന്ന സംഘം കാടിനകത്ത് പെട്ടിടക്കുകയാണ്, ഇങ്ങനെ ആനയുടെ കൂട്ടമായി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ന്യൂസ് വരെ വന്നു. ഞങ്ങൾ അകത്ത് പെട്ടു. കുറേ കഴിഞ്ഞ് വൈകിട്ട് 4 മണി കഴിഞ്ഞു, 5 മണിയായി. അപ്പോൾ ശരിക്കും ഞങ്ങളെല്ലാം ടെൻഷനിലായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞങ്ങളെല്ലാം ടെൻഷനായപ്പോൾ ഇത് ആസ്വദിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ, ലാലേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല രസമായിരിക്കുമല്ലോ ഇന്ന് നമ്മളെല്ലാവരും കൂടി ഈ കാടിനകത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ. ലാലേട്ടൻ അതിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്തോ രസമായിരിക്കുമല്ലേ. ലാലേട്ടൻ എന്താ പറയുന്നത്, ഈ കാടിനകത്ത് ഇപ്പോൾ ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും നമ്മൾ മരിക്കില്ലെന്ന്. കാടല്ലേ, ഒരു പ്രശ്നമില്ല, സന്തോഷമായിട്ടിരിക്കും, ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാം എല്ലാവർക്കും കൂടെ.
ലാലേട്ടൻ്റെ ഈ തമാശയും ഈ പറയലും ഞങ്ങളെ സത്യത്തിൽ എല്ലാവരും ഭയങ്കര രസമായിട്ട് ചോദിച്ചു. ശരിക്കും ഞാനൊക്കെ അന്ന് രാത്രി കാട്ടിൻ്റെ ഉള്ളിൽ കിടക്കാം എന്നൊരു ധാരണയിലേക്ക് എത്തുകയാണ്. ഞാനൊരു 6 മണിയൊക്കെ കഴിഞ്ഞു. ഒരു 6 മണി 6:30 മണിയായി, ഇരുട്ടായി. അവിടെ എനിക്കൊന്ന് കാടിൻ്റെ ഉള്ളിൽ 5 മണി കഴിയുമ്പോഴേക്കും ഇരുട്ടാവും. 6:30 മണിയാകുമ്പോഴേക്കും ഫോറസ്റ്റിൻ്റെ വലിയൊരു സംഘം ഞങ്ങളുടെ അടുത്തേക്ക് കാടിനകത്തേക്ക്, കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് കാടിനകത്ത് വെട്ടി കിടക്കുന്നത്. പ്രധാന മനുഷ്യനെന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ്. വലിയൊരു സംഘം വണ്ടി കുറച്ച് അകലെ നിർത്തി അവർ കാടിൻ്റെ വേറൊരു വഴിയിലൂടെ നടന്ന് കയറി ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളവിടെ നിന്ന് രാത്രി ഞങ്ങളുടെ ഈ കൂട്ടത്തെ അവരവരുടെ ലൈറ്റും സെർച്ച് ലൈറ്റും വെച്ച് ശരിക്കും ഒരു വലിയൊരു സംഘത്തെ, വലിയൊരു സംഘം ഷൂട്ടിംഗ് ഉണ്ട്. ഞങ്ങളുടെ വണ്ടികളും യൂണിറ്റ് വണ്ടി പലതും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. കാടിനകത്ത് ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ യൂണിറ്റ് വണ്ടിയും 2-3 ജീപ്പുകളും ഉണ്ടായിരുന്നു. അത് അവിടെ തന്നെ ഇട്ട് ഞങ്ങൾ നടന്ന് ഈ ആന പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ അപ്പുറേ വഴിയിലൂടെ കടന്നു വന്ന് വേറെ റോട്ടിലേക്ക് ഞങ്ങളെ ഫോറസ്റ്റുകാരന്ന് എത്തിച്ചിട്ടാണ് അന്ന് രാത്രി ഞങ്ങൾ എനിക്ക് തോന്നുന്നു 10 മണി 11 മണിയായിട്ടുണ്ട് ഞങ്ങളന്ന് ലൊക്കേഷനിൽ നിന്ന് വീട്ടിൽ അല്ലെങ്കിൽ റൂമിലേക്ക് എത്തുമ്പോൾ. അന്നത്തെ ഒരു ദിവസം ശരിക്കും കാടിനകത്ത് രാത്രിയും ആ രാത്രിയിലെ വെളിച്ചത്തിൽ നമ്മൾ നടന്നു പോകുന്നു. ഈ കൂരിരുട്ടിനിടയ്ക്ക് മൃഗങ്ങളുടെ ശബ്ദവും എല്ലാത്തിനും ഇടയിലൂടെ യാത്ര. അതൊരു ഭയങ്കര ഭീതിയുള്ള യാത്രയാണ്. ഇന്നും മനസ്സിൽ അത് ഓർത്ത് കിടക്കുന്നു. അതും ആ സമയത്തും എൻജോയ് ചെയ്ത് ജീവിതത്തിൽ സന്തോഷത്തോടെ നടക്കുന്ന ഒരു ലാലേട്ടനെ ഞാൻ അപ്പോൾ കണ്ടു. അപ്പോൾ ലാലേട്ടനോട് ഞാൻ ചോദിച്ചു, ലാലേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇത്രയും നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ലാലേട്ടൻ വിഷമത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നിങ്ങൾക്കൊക്കെ ഇവിടെ പുറത്തു പോലെ ഓടി നടക്കാമല്ലോ, ഞാൻ കുറേ കാലമായി ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ ഒരു സൈഡിൽ റോഡിലൂടെ നടന്നിട്ട് കുറേ കാലമായി. എനിക്കങ്ങനെ നടക്കണമെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോകണം. ഇതിപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ആന പ്രസവിച്ച കാര്യത്തിൽ എന്ന് പറയുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും ഇത്രയും പ്രശസ്തനായി പോയപ്പോഴുണ്ടായ വേറെ സ്വാതന്ത്ര്യക്കുറവുകളെ പറ്റി ഞാനന്ന് ആലോചിച്ചത്.